ഹലോ. കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഉണ്ടാക്കിയെടുക്കാൻ നല്ല പാടാണെന്നല്ലേ. അല്ല കേട്ടോ, കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു കുക്കറെടുത്ത് ആവശ്യത്തിന് പൊട്ടാറ്റോ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. നമുക്ക് ഉണ്ടാക്കേണ്ട അളവിനനുസരിച്ച് പൊട്ടാറ്റോ എടുത്താൽ മതി. എന്നിട്ടൊന്ന് കുക്കറിൽ 3 വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇല, കുറച്ച് സവാളയും കൂടെ പൊടിയായിട്ട് അരിഞ്ഞ് വെക്കുക. ഒരു ബൗളിലേക്ക് ഒരു 3 കപ്പ് മൈദ മാവ് ഇട്ട് കൊടുക്കുക. ഇതിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി, ആട്ടപ്പൊടി യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഞാനിതിൽ കാണിക്കും. നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചൊരു ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. നല്ല തിക്കല്ല, എന്നാൽ നല്ല ലൂസും അല്ല. ഇതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ പാകത്തിന് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്നും കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കണം. അതിന് ശേഷം നമ്മൾ നേരത്തെ പുഴുങ്ങാൻ വെച്ച പൊട്ടാറ്റോസ് ഒന്ന് എടുത്തിട്ട് തുറന്ന് നോക്കുക. അപ്പോൾ പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇതിൽ വെള്ളമൊക്കെ ഒന്ന് ഊറിച്ചെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മൈദ മാവിൻ്റെ ബാറ്ററിലേക്ക് ഈ പൊട്ടാറ്റോൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കയ്യിലുകൊണ്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. കേങ്ങിൻ്റെ കട്ട ഇല്ലാതെ നമ്മൾ ഉടച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇത് ചുട്ടെടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. കയ്യിൽ വിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മിക്സ് ചെയ്തിട്ടെടുത്താൽ ഒന്നും കൂടി ബെറ്ററായിരിക്കും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ പൊട്ടാറ്റോയിൽ അത്യാവശ്യം മഞ്ഞ കളർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് മഞ്ഞൾപ്പൊടിയുടെ അളവ് കുറച്ച് കൊടുക്കുക. ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. പിന്നെ അതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച മല്ലിച്ചപ്പിൻ്റെ ഇലയും ആ സവാളയും കൂടി ഇട്ട് കൊടുക്കുക. സവാള ഒരു 1/4 ഭാഗം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഒരു സവാളയുടെ 1/4 ഭാഗം ഞാൻ എടുത്തിട്ടുള്ളൂ. അത് നന്നായിട്ട് തന്നെ കനം കുറച്ച് അരിയണം. അല്ലെങ്കിൽ നമ്മൾ ഇത് പരത്തിയെടുക്കുമ്പോൾ നമുക്ക് പൊട്ടിപ്പോവും. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ ബാറ്ററിൻ്റെ മാവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇതുപോലെയാണ് ഇരിക്കേണ്ടത്. കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഇതുപോലെ ലൂസാക്കിയിട്ടെടുക്കുക. ഇനി നമുക്കിത് ചുട്ടെടുക്കുക. അതിനായിട്ട് പാനൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ആദ്യം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കുക. ലോയിലോ മീഡിയത്തിലോ ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കരുത്. അപ്പോൾ നമുക്കിത് പരത്തി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് നമ്മൾ ദോശയൊക്കെ പരത്തുന്ന പോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയിട്ടെടുക്കുക. നമ്മൾ ഒന്നും കൂടെ ലൂസാക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ചട്ടി വെച്ചിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിങ്ങനെ ദോശ പോലെ ചുട്ടെടുക്കുന്നുണ്ടെന്നുള്ളൂ. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് അതിൻ്റെ മോൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരുന്നവരെ ഒന്ന് അടച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ തുറന്ന് വെച്ചിട്ട് അതിൻ്റെ മേലെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. വീണ്ടും ഒരു 1-2 മിനിറ്റ് ആ ഭാഗം കൂടെ ഒന്ന് ആകുന്നവരെ നമുക്കൊന്ന് അടച്ചിട്ട് കൊടുക്കാം. അടച്ചു വെക്കണം നിർബന്ധമില്ല കേട്ടോ. തുറന്ന് വെച്ചിട്ടും നമുക്കിങ്ങനെ ചുട്ടെടുക്കാവുന്നതാണ്. അടച്ചു വെച്ചാൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നുള്ളൂ. ഇതിപ്പോൾ 2 ഭാഗവും ഒരുപോലെ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഭാഗം ഒന്നും കൂടെ ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ അവിടെ കളറ് മാറിക്കിട്ടും. ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് ഒന്ന് നമ്മൾ എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത ശേഷം വീണ്ടും നമുക്കത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. കണ്ടോ, ഉണ്ടാക്കാനും എളുപ്പമാണ്, കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ള ബാറ്റർ കൂടെ ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഒക്കെ ചുട്ടെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ തുറന്ന് വെച്ചിട്ടുള്ളതൊന്നും കൂടെ കാണിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. മറ്റേത് അടച്ച് വെച്ചിട്ടല്ലേ കാണിച്ചത്. ഇതൊന്ന് തുറന്ന് വെച്ചിട്ട് നമ്മൾ ചുട്ടെടുക്കുമ്പോഴുള്ളത് കാണിക്കണം. അപ്പോൾ അതുപോലെ തന്നെ എല്ലാം നിങ്ങൾക്ക് ചുട്ടെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ഇടാനും കൂടെ ശ്രദ്ധിക്കുക.